നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശരിക്കും കേരളത്തിൽ ആപ്പിലായി പോയത് BJP ആണ്. മറ്റൊന്നും കൊണ്ടല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ സമുദായ സംഘടനകളുടെ പിന്തുണയോടെ മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും നയിക്കുന്ന UDF-നെതിരെയും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന LDF-നെതിരെയും വലിയൊരു മുന്നേറ്റം നടത്താമെന്നുമായിരുന്നു BJP-യുടെ പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം ഇപ്പോൾ മണ്ണടിഞ്ഞു. കേരളത്തിലെ രണ്ട് പ്രബല ഹിന്ദു സമുദായ സംഘടനകൾ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നത് BJP-ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP-ക്ക് കാര്യമായി അവർ പ്രതീക്ഷിക്കുന്ന പോലൊരു മുന്നേറ്റം നടത്താൻ കഴിയുകയില്ല എന്ന സത്യം ആ പാർട്ടിക്ക് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. രണ്ട് സമുദായ സംഘടനകൾ LDF-നെ പിന്തുണയ്ക്കുമ്പോൾ ആ സമുദായത്തിലുള്ള ധാരാളം പേർ ഇവരോട് എതിർപ്പുള്ളവരടക്കം UDF-ന് പോയി വോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ BJP-ക്ക് കിട്ടേണ്ട വോട്ട് ഒരുപക്ഷെ UDF-ലേക്ക് പോകും. അത് പോകാൻ വേണ്ടിയാണ് സുകുമാരൻ നായർ അടക്കമുള്ള സമുദായ നേതാക്കൾ പരസ്യമായി BJP-ക്കെതിരെ തിരിഞ്ഞതും. ചുരുക്കത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഒരു നേട്ടവും കൊയ്യാൻ സംസ്ഥാന BJP നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും കേരളത്തിൽ BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ ആ പ്രതീതിയെ ഇല്ലാതാക്കുന്ന നീക്കങ്ങളാണ് ഈ രണ്ട് സമുദായ നേതൃത്വങ്ങളും നടത്തിയത്. BJP-യോട് തങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലെന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF-നാണ് താല്പര്യമെന്ന് പറയുമ്പോൾ തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഈഴവനും നായരുമെല്ലാം UDF-നെ കൊണ്ടുപോയി വോട്ട് ചെയ്യുമെന്ന് വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും നന്നായി അറിയാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ UDF ഭരണം വരും. UDF ഭരണം വന്നാൽ തങ്ങളുടെ എതിരാളിയായ VD സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഇവർക്ക് ഉള്ളൂ. അപ്പോൾ VD സതീശന് ഒരുപക്ഷെ ഇവരുടെ എതിർപ്പ് മറികടന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ളവർ വരും. അങ്ങനെ നോക്കുമ്പോൾ LDF വന്നാലും UDF വന്നാലും തങ്ങളുടെ കാര്യം എല്ലാം ഓക്കെ ആയി എന്ന് സമുദായ നേതാക്കൾക്ക് അറിയാം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ BJP ആപ്പിലായിപ്പോയത്. BJP-ക്ക് കേരളത്തിൽ ഇപ്പോൾ പിന്തുണ ലഭിക്കാൻ ഒരു സമുദായ നേതാവിൻ്റെയും പിന്തുണയില്ലാത്ത പാർട്ടിയായി BJP മാറിയെന്ന് മാത്രമല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു പ്രയോജനവും ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുമില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്ത് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരാനും വോട്ട് നേടാനും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും കഴിയുകയുള്ളൂ. എന്നാൽ BJP-ക്ക് ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ കഴിയുന്ന ഒരു അവസരവും ഉണ്ടാക്കരുതെന്ന് NSS-ൻ്റെയും SNDP-യുടെയും നേതൃത്വം തീരുമാനിച്ചു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം കേരളത്തിൽ ഉണ്ടാകാൻ കാരണം. തങ്ങളെടുക്കുന്ന സമീപനം, തങ്ങളുടെ എടുക്കുന്ന നടപടികൾ ഒന്നുകിൽ LDF-ന് പ്രയോജനം ചെയ്യണം, അല്ലെങ്കിൽ UDF-ന് പ്രയോജനം ചെയ്യണം. അല്ലാതെ BJP-ക്ക് പ്രയോജനം ചെയ്യരുത് എന്ന വാശിയാണത്രേ ഈ രണ്ട് നേതാക്കൾക്കും ഉള്ളത്. ചുരുക്കത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിച്ച ആ ഒരു ഊർജവും ആ ഒരു കരുത്തും BJP-ക്ക് എവിടെയോ വെച്ച് ചോർന്നുപോയി എന്നാണ് അതിൻ്റെ നേതാക്കളും അണികളും ഇപ്പോൾ പറയുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രബലമായ ഈ രണ്ട് സമുദായ സംഘടനകളുടെ പിന്തുണ പേരിലെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പല സ്ഥാനാർത്ഥികൾക്കും ജയിക്കാൻ കഴിയുകയുള്ളൂ. പ്രമുഖരായ നേതാക്കൾക്കടക്കം ജയിക്കണമെങ്കിൽ പരസ്യമായി തന്നെ NSS-ൻ്റെയും SNDP-യുടെയും പിന്തുണ അവർക്ക് വേണം. കാരണം ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലാണ് ഇപ്പോഴും BJP ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. ഈ രണ്ട് മണ്ഡലങ്ങളിലും ഒന്നില്ലെങ്കിൽ ഈഴവ, അല്ലെങ്കിൽ നായർ, അല്ലെങ്കിൽ പട്ടികജാതി മറ്റ് സമുദായങ്ങളിലെ ഭൂരിപക്ഷം, അങ്ങനെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മാത്രമേ BJP-ക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാൻ കഴിയുള്ളൂ. നേമമായാലും കായംകുളമായാലും പാലക്കാടായാലും അതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ ഈ രണ്ട് സമുദായ നേതാക്കൾ പരസ്യമായി UDF-ന് അല്ലെങ്കിൽ LDF-ന് അനുകൂലമായി നിൽക്കുകയും അല്ലെങ്കിൽ അവർക്ക് എതിരുള്ള വോട്ടുകൾ UDF-ലേക്ക് പോവുകയും ചെയ്യുമ്പോൾ പിന്നെ BJP-ക്ക് കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനുണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ അസ്തപ്രജ്ഞരായി കേരള രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ പ്രതികരിച്ചത് പോലും ഈ വിധത്തിലാണ്. കാരണം ഈ രണ്ട് സമുദായങ്ങളുടെയും പിന്തുണ BJP-ക്ക് പിന്നെ എത്ര രാഷ്ട്രീയത്തിൽ കൈകാലിട്ടടിച്ചിട്ടും കാര്യമില്ല എന്ന് K. സുരേന്ദ്രനെ പോലുള്ളവർക്കറിയാം. അതുകൊണ്ട് BJP-ക്ക് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നാളെ തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനിശ്ചിതാവസ്ഥയിൽ അവർ നിൽക്കുകയാണെന്നാണ് ആ പാർട്ടി പറയുന്നത്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും യഥാർത്ഥത്തിൽ കളിച്ചത് BJP-ക്ക് എതിരെയാണോ എന്നുള്ള സംശയം പോലും ഇപ്പോൾ അവർക്കുണ്ട്.